ഗൈസ് അസ്സലാമു അലൈക്കും. മുമ്പിൽ കൊച്ചുമോൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മുമ്പ് അരി ഉണ്ടല്ലോ. ഇത് ഉണക്കയില നാളികേരച്ച് വെക്കാനാണ്. ഇങ്ങനെ ഉണക്കയില ഉണക്കിയ ഇല കേട്ടാ, ഉണക്കൊണ്ടൊന്നും കാട്ടില്ല. അയ്യോ കഷ്ടായില്ലോ. നന്നാക്കാണ്. അപ്പൊ അത് വെട്ടി വൃത്തിയാക്കണം. ഇത് വെട്ടി വൃത്തിയാക്കിയിട്ട് കഴുകി ഇത് കറി വെക്കണം. അപ്പൊ അതിലേക്കുള്ള ചേരുവകള് കാട്ടിക്കൊടുത്തന്നു. തേങ്ങ, പച്ചമുളക്, തക്കാളി, പുളി, ചെറിയുള്ളി അല്ല ചുവന്നുള്ളി, വെളിച്ചെണ്ണ, ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് ഒക്കെ ഇടുമ്പോ കറിയിലിടുമ്പോ പറയട്ടെ മക്കളെ അളവൊക്കെ. പുളി ഒരു നെല്ലിക്ക ചെറുനാരങ്ങ വലുപ്പത്തില് പുളി ഇട്ടുണ്ട്, കുതിരാട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി തൂമിക്കാനാണ്, വേപ്പിൻ്റെ ഇല, പിന്നെ ഉലുവട മണി. ഞാൻ എല്ലാതും തൂമിക്കുമ്പോൾ എന്ത് കറി തളിക്കുക വെച്ചാലും ഉലുവ ചേർക്കും. പുളി പിഴിഞ്ഞ വെള്ളം സ്റ്റൗ കത്തിച്ച് വെച്ചു. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും പൊടിയുടെ 3 അയിലയാണ് ഇട്ടാ. മുളകും പൊടി ഒരു വലിയ ടീസ്പൂണ്, ഒരു ടീസ്പൂണ്. തെറ്റി പറഞ്ഞു, ഞങ്ങൾക്ക് എരിവ് കുറച്ച് മതി, അതാണ് നിങ്ങൾക്ക് ഇത്. മഞ്ഞൾ 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ. പിന്നെ ഉണക്കല് ഉപ്പ് ഉണ്ടാവുമല്ലോ, പോരെങ്കിൽ നമ്മൾ കൂട്ടാനൊക്കെ റെഡി ആയിട്ട് പോരാത്ത ചേർക്കാം. പിന്നെ ഒരു തക്കാളി, 4 പച്ചമുളക്. നാല് വേപ്പിൻ്റെ ഇല. ഇതാണ് മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചാറൊന്ന് തിളക്കട്ടെ. മക്കളെ കറി ചാറ് തിളച്ചോട്ടെ. അപ്പം നമ്മൾ ഈ അയില വൃത്തിയാക്കി വെച്ചത് അതിലേക്ക് ഇടുന്നു. ഇത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പൊക്കെ നാളികേരം അരച്ചിട്ട് വരാം. നിങ്ങൾ വെച്ചിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ഞാനൊന്ന് വെക്കുമ്പോൾ അത് കാണിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇതറിയാത്തവരാരും ഉണ്ടാവില്ല. നമ്മുടെ ഉണക്കയിലൊക്കെ അവിടെ വെന്തിരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് നാളികേരം അരച്ചത് ഒഴിക്കണം. അത് ഇറക്കി അപ്പൊ നമ്മള് നാളികേരം അരച്ചത് ഒഴിക്കും. അരച്ച ജാറ് കഴിഞ്ഞിട്ട് തുള്ളി വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മ അത് നോക്കട്ടെ. ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കണം. എല്ലാം കറക്റ്റ്. തല വരുന്നത് റെഡി വേണ്ടോ, തിളക്കണ്ട. റെഡി ആയിട്ടാ നമ്മളിത് ഇറക്കി വെക്കട്ടെ. ഇനി വറവിടാനുള്ള ചട്ടി വെക്കണം. ഒഴിക്കണം. എണ്ണ ചൂടാട്ടോ. ഉലുവ ഇടുന്നു. 2 മണി ഉലുവ. മൂത്തു. അപ്പൊ നമ്മൾ നെല്ലി ഇടുന്ന നെല്ലി ഒന്ന് കിടന്നുണ്ട്. സവാള
സവാള അല്ല ചെറിയുള്ളി. ചെറിയുള്ളി. ഉണക്കമുളക് പൊടിച്ചിട്ടുണ്ട്. ഒരു ഉണക്കമുളക് പൊടിച്ചിട്ടുണ്ട്. വേപ്പില ഒരു പൊടി. അത് ചോദിക്കാം. സ്റ്റവ് ഓഫാക്കി നോക്കണം. ഇനി നമ്മൾ ഉള്ളി മുക്കിച്ചത് കറിയിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉണക്കയിലക്കറി ഇവിടെ റെഡിയായിരിക്കുന്നു. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും നമുക്ക് ഉണ്ടാക്കി ഉണ്ടാവും. എന്തായാലും ഉമ്മമാരുടെ വീട്ടിൽ നിന്ന് കറി വെക്കുന്നത്. അപ്പോൾ അതങ്ങനെ വീഡിയോയിൽ ഇടാൻ പറഞ്ഞിട്ടാണ്. ഇനി ഒരു മുളിയൊക്കെ നോക്കട്ടെ. ഒക്കെ നോക്കിയതാണ്. നമ്മയുടെ വക നോക്കല്. എൻ്റെ വക നോക്കല്. ഈ സൂപ്പർ സാധനമാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആരും ഷെയർ ചെയ്യുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരും ഇങ്ങനെ വെറുതെ കാണുന്നേ. അതോ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ കാണാനേ. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ? ഞങ്ങൾ വിജയിപ്പിക്കണ്ടേ നിങ്ങളൊക്കെ? ഞാൻ കൊച്ചുകുട്ടിയല്ലേ? ഞാൻ കൊച്ചുമോളല്ലേ?